ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ചല്ല, പുതിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴയ തട്ടിപ്പ് തന്നെയാണ്. 2-3 വർഷമായിട്ട് നമ്മളൊക്കെ കേട്ടിരുന്ന ഒരു തട്ടിപ്പാണ്. ഈ ഒരു തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് സ്വർണത്തിൻ്റെ പേരാണ്. സ്വർണം ഉപയോഗിച്ചുള്ള മണി ചെയിനാണ് ഈ 2 സഹോദരന്മാർ ചെയ്തിരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ഇത് മണി ചെയിൻ അല്ലേ, ഇത് എങ്ങനെ സാധിക്കും, ഇത്രയും പേ ഔട്ട്, ഇത്രയും വരുമാനം എങ്ങനെ കൊടുക്കും, ഇത് തട്ടിക്കാൻ വേണ്ടി മാത്രം, കുറച്ചു കാലത്തേക്ക് റൺ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഉഡായിപ്പല്ലേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ്. എന്നാൽ അത് ഇപ്പോൾ അതിൻ്റെ തട്ടിപ്പ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ ഹൈറിച്ചിനെ കുറിച്ചും മറ്റ് തട്ടിപ്പിനെ കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് നിരവധി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ വീഡിയോ ഇറക്കുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ഭയമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞത്, അങ്ങനെ പല പല തട്ടിപ്പുണ്ട്. അപ്പോൾ അതിലൊന്നൊരു കാര്യമില്ല. പണം കൊണ്ടിടേണ്ടവർ, ആർത്തി മൂത്ത ആൾക്കാർ പണം കൊണ്ടിടുക തന്നെ ചെയ്യും. അത് അവർക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മളൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു തട്ടിപ്പിൽ ചെറിയ പൈസ 6000 മുതൽ 10 ലക്ഷം വരെയാണ് ഇവർ വാങ്ങിയിരിക്കുന്നത്. ഇവർ കൊടുത്തിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് 10 ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത്. ഇത് 2 സഹോദരന്മാർ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനോ ബിസിനസ്, ഇതുപോലെയുള്ള ജ്വല്ലറി, ഡയമണ്ട് ബിസിനസ് നടത്താനോ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ഇതിനും റെഡി ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആൾക്കാരെ ഈസിയായി പറ്റിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പേര് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നതുപോലെ സ്പർശ ഗോൾഡ് ആണ്. സ്പർശ ഗോൾഡിന് 4ഓളം ഔട്ട്ലെറ്റുകൾ, ജ്വല്ലറികൾ, ഡയമണ്ട് വിൽക്കുന്ന ജ്വല്ലറികൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പരസ്യം ഡെയിലി എന്നോണം സ്വർണത്തിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ രാവിലത്തെ മോർണിംഗ് ഷോയിൽ അടക്കം ഇതുപോലെയുള്ള പരസ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. TV ചാനലുകളിൽ പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നു, പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഷോറൂമിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് വലിയ വലിയ താരങ്ങളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, 1 വർഷമായി ആർക്കും തന്നെ പണം കിട്ടുന്നില്ല, കമ്പനി പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും തന്നെ പാനിക്കാണ്. ഹൈറിച്ച് കോളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും പാനിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ വൺ ഓഫ് ദ ഡയറക്ടർ ഒരു വീഡിയോയിലൊക്കെ വന്നുകൊണ്ട്, മൈ ഡിയർ ഫാമിലീസ്, ഹൈറിച്ചിൻ്റെ ലീഡർമാരൊക്കെ വന്ന്, അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ CEO ഒക്കെ വന്ന് പറയുന്നത് പോലെ മൈ ഡിയർ ഫാമിലീസ് എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്ത്, ഇതൊരു പ്രതിസന്ധി മാത്രമാണ്. നമ്മുടെ മറ്റൊരു ലീഡർ, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, ഇതൊരു പ്രതിസന്ധി മാത്രമാണ്, കമ്പനി പൂട്ടിയിട്ടില്ല, ഞങ്ങൾ എവിടെയും ഓടിപ്പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ക്യാഷ് ഫ്ലോയുടെ ചെറിയ പ്രശ്നമാണ്, എല്ലാവർക്കും പേ ഔട്ട് കൊടുക്കാനില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നത്തിന് കാരണം ബാങ്കുമായി ഉള്ള ചെറിയ പ്രശ്നമാണ്. അത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. GST യുമായും ഇൻകം ടാക്സുമായും ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കണമെന്നും നമ്മൾ ഉടൻ തന്നെ തിരിച്ചു വരും എന്നൊക്കെയാണ് ഇദ്ദേഹം ആ വീഡിയോയിൽ വന്ന് പറയുന്നത്. അദ്ദേഹം ആ വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അത് പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു, പരാതികൾ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തന്നെ
വീഡിയോയിൽ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പണം തരും, അതിനുള്ള പദ്ധതികൾ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വീണ്ടും 2 പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്രശ്നം, സാങ്കേതിക പ്രശ്നങ്ങൾ, ലീഗാലിറ്റിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന ബഡ്സുമായി ബന്ധപ്പെട്ട് അനധികൃത നിക്ഷേപം സ്വീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേങ്കിൽ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മാർച്ചോടുകൂടി എല്ലാം അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് ഏപ്രിലോടുകൂടി നമ്മൾ പുതിയ കമ്പനി അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ തുടങ്ങാൻ സാധിക്കും, എല്ലാവർക്കും പണം തരും, ഞങ്ങൾ എവിടെയും ഓടിപ്പോയിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അത് കൂടാതെ 2 പ്രൊജക്റ്റുകൾ, ഒന്ന് ഇതുപോലെ തന്നെ സ്വർണം വാങ്ങി മണി ചേഞ്ച് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അതിൻ്റെ പേര് എന്ന് പറയുന്നത് SGD എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. രണ്ടാമതായി റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ടെക്നോളജി ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു 2 പ്രൊജക്റ്റുകൾ കയ്യിലുണ്ട് എന്നും ആരും തന്നെ പരാതിപ്പെടരുതെന്നും ആരും തന്നെ സങ്കടപ്പെടേണ്ട എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കമ്പനിയുടെ നല്ല രീതിയിലുള്ള നല്ല നാളുകളിൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ വലിയ വരുമാനം കൊടുത്തിരുന്നു എന്നും അതുകൊണ്ട് അവരെങ്കിലും നമ്മുടെ കമ്പനിയോടൊപ്പം വേണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് വലിയ തട്ടിപ്പായിരുന്നു. കോടികളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 200-300 കോടിയുടെ തട്ടിപ്പാണ് കേരളത്തിൽ മാത്രം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ആണ് ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 6000 മുതൽ 10 ലക്ഷം വരെ, 10 ലക്ഷമാണ് ഇവരുടെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പിന് വേണ്ടത്. 10 ലക്ഷത്തിൻ്റെ ഗുണിതങ്ങൾ ഇട്ട ആൾക്കാരും ഈ കമ്പനിയിലുണ്ട്. എല്ലാവർക്കും തന്നെ പണം പോയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ലീഗലായിട്ടുള്ള മറ്റ് കാര്യങ്ങളും ഇതിൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേങ്കിൽ അത് ഇപ്പോൾ പുറത്തു വിടാനായിട്ടില്ല. എന്തായാലും നിങ്ങളുടെ ഈ 2 മുതലാളിമാരെ നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ വയ്ക്കുക. അവർ മുങ്ങാൻ സാധ്യതയുണ്ട്. അവരുടെ ആസ്തികളൊക്കെ അവർ വിൽക്കാനോ മറ്റുള്ള ആൾക്കാരുടെ പേരിൽ മാറ്റാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പണം പോയവർ ഉടൻ തന്നെ നിയമസഹായം പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെയും പക്കൽ പരാതി നൽകുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്പർശ ഗോൾഡ് ഒരു തട്ടിപ്പായിരുന്നു. ആ തട്ടിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇവർ ഉദ്ദേശിച്ച പണം ഇവരുടെ കയ്യിൽ വന്ന സമയത്ത് അവർ കമ്പനി പൂട്ടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തരാൻ പൈസയില്ല എന്നാണ് ഇവർ പറയുന്നത്.